ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നത്? 27 വർഷമായി ചെയ്യൂ വാടകയ്ക്കാണ്ട്. ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചു പോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ വരെ ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ഇയാളിങ്ങനെ എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തിയാലുള്ള വിഷയം എന്താ അറിയോ? ഇതുപോലെ ഒരുപാട് പേർക്ക് എത്താനുള്ള സഹായം പിന്നീട് എത്താതാവും. നമ്മൾ മറ്റുള്ള കേസുകളൊക്കെ ഒഴിവാക്കി വിടാം, മറ്റുള്ള വലിയത് ഒഴിവാക്കി വിടാം, എന്തോ ആയിക്കോട്ടെ. അയാൾക്ക് സംഭവം തെറ്റ് പറ്റിയിട്ടുണ്ടായില്ല എന്നും ഞാൻ പറയില്ല. ക്യാഷായിട്ട് കൊടുക്കുന്ന കുറച്ച് എമൗണ്ടുകളുണ്ട്, അത് സത്യം തന്നെയല്ലേ? സത്യമാണ്. അയാൾ സഹായിച്ചിക്കണി എന്നുള്ളതും സത്യമാണ്. അയാളെ ക്യാഷ് എടുത്തിട്ട് അയാൾ കുറച്ച് ആൾക്കാരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോൾ അയാൾക്ക് ആ വരുമാനം എങ്ങനെയാണോ വരുന്നത്, ആ വരുമാനത്തിൻ്റെ സ്ഥാപനത്തെ അയാൾ ബിൽഡ് ചെയ്യാൻ നോക്കുള്ളൂ. പിന്നെ എനിക്ക് പറ്റാത്തൊരു സംഗതി ഉണ്ട്, എന്ത് അറിയോ? ഈ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള സംസാരം. അത് അയാളെ ക്യാമറമാനും അല്ലെങ്കിൽ അയാളെപ്പോഴുള്ള ആൾക്കാരും പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അച്ചായൻ നോർമലായിട്ട് വന്ന് പറഞ്ഞാൽ മതി. അച്ചായൻ ആ വീടിന് 4 ലക്ഷം കൊടുത്തുകണെന്നുള്ളത് സത്യമായ കാര്യമാണ്. 4 ലക്ഷം ഉറുപ്പിയോളം കൊടുത്തുകണെന്നുള്ള സത്യമായ കാര്യമാണ്. അത് അവരെന്നെ വന്നിട്ട് പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടും ഉണ്ട്, സൂരജിൻ്റെ ഒരു വീഡിയോസിൽ വന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയോ പേർക്ക് ലൈഫ് മിഷന് കിട്ടിയ വീട് തറപ്പണി മാത്രം കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചോ ഈ 4 ലക്ഷം റുപ്യ ഒറ്റയടിക്കാൻ കിട്ടുന്നുള്ള? എല്ലാ തറപ്പണിക്ക് ഒരു 50,000 1 ലക്ഷമോ കിട്ടും. ഒരു 600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അല്ലെങ്കിൽ 700 സ്ക്വയർ ഫീറ്റ്, മുമ്പൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് 700 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. നമുക്കിന്നൊരു 600 പിടിക്കുക, ഇപ്പം 600 തോന്നുന്നുണ്ട്. 600 സ്ക്വയർ ഫീറ്റാണ്. അതിനൊരു തറപ്പണിക്ക് എത്ര റുപ്യ ചിലവാകും? ഈ 50,000 കൊണ്ട് അല്ലെങ്കിൽ 70,000 കൊണ്ട് ചിലവ് നടക്കുമോ? ഇല്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവർ ഒപ്പിക്കണം. പിന്നീട് അഥവാ ഇനി ഭരണം മാറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പൈസ കിട്ടൂല. അപ്പോൾ ആ തറപ്പണി അവിടെ അങ്ങനെ കെടുക്കുകയാണ്. അങ്ങനെ കെടുക്കുന്നിടത്ത് ഇതുപോലത്തെ അച്ചായന്മാർ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ബാക്കി പണി നടക്കുള്ളൂ. അവർക്ക് മഴ കൊള്ളാത്ത, വെയിൽ കൊള്ളാത്ത, പൊടി അടിക്കാത്ത ഒരു വീടുണ്ടാവുള്ളൂ. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അയാളെ വിമർശിക്കുന്ന നിങ്ങൾ എന്താണ് അത് ചിന്തിക്കാത്തത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ചാരിറ്റിയെ കുറ്റം പറയുന്നവർ, അയാൾ ചാരിറ്റി ചെയ്യുന്നത് 100% പക്കയാണ്. അതിൻ്റെ പിന്നിൽ നിന്ന് അയാൾക്ക് ബിസിനസ് ലാഭം ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്ന വീഡിയോസിനാണ്, എന്തിനാണ് നമ്മളെ സ്ഥാപനങ്ങൾ പരസ്യമിടുന്നില്ലേ? അത് അവരുടെ ലാഭത്തിനല്ലേ? അതുപോലെ തന്നെ അയാൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചിലപ്പോൾ അയാൾ ചാരിറ്റിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ടാവും, സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. കാരണം അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് ഇയാളിത് ചെയ്യുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് മറ്റുള്ളവർ എനിക്ക് കിട്ടുന്ന, ഞാൻ അയാളെ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച അതിനൊരു വിഹിതം പാവപ്പെട്ടവർക്ക് അച്ചായം കൊടുക്കുമല്ലോ എന്നുള്ള ഇതിലുംപാടിയാണ് അവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത്, മറ്റുള്ള ആദ്യം ഞാൻ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മഴ കൊള്ളാത്ത, ചളി പിടിക്കാത്ത ഒരു വീട് ആയില്ലേ. പക്ഷെ അച്ചായൻ അതിൽ വന്ന തെറ്റെന്താണെന്നറിയോ? അച്ചായൻ അതിൽ ഇത് ലൈഫ് മിഷൻ്റെ പദ്ധതിയുമായിട്ട് മുടങ്ങിക്കെടുക്കുന്ന വീടാണ് എന്ന് അച്ചായൻ പറഞ്ഞില്ല. അത് മാത്രമാണ് തെറ്റ്. പക്ഷെ ഈ അച്ഛനും അമ്മയും വീഡിയോ എടുത്തവരോടൊക്കെ പറഞ്ഞിങ്ങനെ അച്ചായൻ സഹായിച്ചിട്ടുണ്ട്, ലൈഫ് മിഷൻ്റെ വീടാണെന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊണ്ടാണ് ഇവരെ വീഡിയോസ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചർച്ചയായത്. അപ്പം അച്ചായൻ ആ ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ് ഉത്തരം കൊടുക്കേണ്ടുള്ളൂ ജനങ്ങൾക്ക്. അത് ലൈഫ് മിഷൻ്റെ പദ്ധതിയുള്ള വീടനായിരുന്നു, ബാക്കി പൈസ ഞാനാണ് കൊടുത്തത്. ഇൻ്റെയൊക്കെ ആ വീഡിയോസിൽ തെറ്റ് പറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അയാൾ ചെയ്യുന്ന ചാരിറ്റിയും, അയാൾ എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അയാൾ പൈസ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എത്രയോ പാവപ്പെട്ടവർക്ക്, എത്രയോ പേര്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ ചോട്ടനെ എത്രയോ പേര് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ട്, അച്ചായൻ ഞങ്ങളെ മുന്നിലൊന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ക്യാപ്ഷൻ എഴുതിയിട്ട് അച്ചായൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ക്യാപ്ഷൻ എഴുതി വിടുമ്പോൾ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അച്ചായൻ വീഡിയോസ് എടുക്കുന്നത് പ്രശ്നമല്ല, അവരെ പേര്, അവരെ മുഖം കാണിക്കുന്ന ഒന്നും പ്രശ്നമല്ല. പക്ഷെ അച്ചായൻ അവർക്ക് സഹായം ചെയ്താൽ മതി, സഹായം എത്തിച്ചാൽ മതി. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പരഗതിക്കില്ലാത്തവരുണ്ട്. അവർക്ക് പ്രശ്നം, കാരണം അവർക്ക് കയറിക്കെടുക്കാനൊരു കുടിലാണ്. അവരെ മക്കളെ അല്ലെങ്കിൽ അവരെ ഭാര്യക്കും ഭർത്താവിനും കയറിക്കെടുക്കാൻ അവർക്കൊരു വീടാണ് വേണ്ടത്, അടച്ചുറപ്പുള്ള.
അതാണ് അവർ നോക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ അച്ചായനെ എല്ലാവരും പാടി 4 ഭാഗത്തും പാടി അച്ചായനെ കുറ്റം പറയുമ്പോൾ ഉള്ള വിഷയങ്ങൾ എന്താ അറിയോ? അച്ചായൻ ആ പരിപാടിയാണ് നിർത്തും. അച്ചായനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ പരിപാടിക്ക് ഇങ്ങോട്ട് വരൂല്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? മറ്റുള്ള ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചാളി. ഞാനത് മാത്രമാണ് ചിന്തിച്ചത്. അച്ചായൻ ഏതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു, അത് കോയിത്തരം. കേരളത്തിൽ 150% പേരും കോയിത്തരമുള്ളവരാണ്. മറ്റൊരുത്തൻ്റെ ഭാര്യയോടായി ചെയ്തിക്കണമെങ്കിലേ തെറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ സമ്മതമില്ലാത്ത അച്ചായ അവളെ പിടിച്ചിക്കണമെങ്കിൽ തോണ്ടിക്കണമെങ്കിൽ പ്രശ്നമുള്ളൂ. നമ്മളെ കാണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഓരോന്ന് കാര്യത്തിനും നമ്മൾ വാദിക്കണില്ലേ, ആണിൻ്റെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ആ പെണ്ണിൻ്റെ ബാക്കിയുള്ള മറുപടികൾ കണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഒന്ന് അയച്ചു തരണം. എനിക്ക് ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പലവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത് ചില ആണുങ്ങൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, അതിനെന്താ ചെയ്യണേ. പക്ഷെ സഹായം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആർക്കും ഇങ്ങനത്തെ തെണ്ടിത്തരം കാട്ടരുത്. അത് ഞാൻ പറയും. അത് ഞാൻ അച്ചായനല്ല, അച്ചായൻ്റെ അച്ചായൻ വന്നാലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് തെണ്ടിത്തരം കാട്ടരുത്. അവിടെ സഹായം മാത്രം ചെയ്യാം, വേറൊന്നൊക്കെ പറയല്ല. ഞാൻ ഒറ്റ കാര്യം നോക്കി, അച്ചായൻ പാവങ്ങളെ സഹായിക്കണില്ലേ? പൈസക്കെട്ടുകൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ? പേപ്പറും കഷ്ണമൊന്നുമില്ലല്ലോ, പൈസക്കെട്ട് തന്നെയല്ലേ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ? ആൾക്കാർക്ക് 15 ദിവസത്തിനെങ്കിലും ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണില്ലേ? ഞാനത് മാത്രം നോക്കിയത്, വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല.